60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലി എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? ഇത് 11/5/24 നടന്ന ഡിഗ്രി പ്രിലിംസിന് വന്ന ചോദ്യമാണ് കേട്ടോ. നമ്മളിവിടെ ആളുകൾ ദിവസങ്ങൾ എന്നെഴുതുന്നു. ആദ്യം 210 പേരാണ് ഉള്ളത്, 60 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. 210 പേരുണ്ട്, 60 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. ആളുകൾ 210, ദിവസങ്ങൾ 60. ഇവിടെ 12 ദിവസം കഴിഞ്ഞപ്പോൾ 12 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി 60 12 ദിവസം പണി കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇനി എത്രയും 48 ദിവസമേ വേണ്ടൂ. 60 ദിവസം ഉണ്ടായിരുന്നു, അതിലത്തെ 12 ദിവസത്തിനും ശേഷമാണ് ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ 60 12 പോയി ഇനി എത്ര ദിവസമേ ഉള്ളൂ? 60 12 പോയി 60 12 കുറച്ചാൽ 48 ദിവസമുണ്ട്. അപ്പോൾ ഇനി 48 ദിവസമുണ്ട്. ആളുകളുടെ എണ്ണം 210 ആളുകൾക്ക് ഇനി 48 ദിവസത്തെ പണിയുള്ളത്. 210 ആളുകൾക്ക് 60 ദിവസത്തെ പണി ഉണ്ടായിരുന്നു, അതിലത്തെ 12 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി 210 ആളുകൾക്ക് 48 ദിവസത്തെ പണിയുള്ളൂ. ഈ സമയത്ത് കരാറുകാരൻ എന്ത് ചെയ്തു? 70 പേരെ കൂടി ചേർത്തു, 70 പേരെ കൂടി എടുത്തു. അപ്പോൾ 210 ആൾ പോയി 280 ആയാൽ. അപ്പോൾ 210 ആളുകൾക്ക് എത്ര ദിവസത്തേക്ക് പണി ഉണ്ടായിരുന്നു? 48 ദിവസത്തേക്ക്. 210 ആളുകൾക്ക് 48 ദിവസത്തേക്ക്. ഇപ്പോൾ 280 പേരായി. 70 പേരെ ചേർത്തപ്പോൾ 280 പേരായി. അവർക്ക് എത്ര ദിവസം വേണം? അപ്പം നമുക്ക് ഇതിലത്തെ 3 വരിയിലത്തെ അവസാനത്തെ 2 വരി മുകളിൽ തന്നെ ആവശ്യമില്ല, കാരണം അത് 60 ദിവസത്തെയാണ്. 60 ദിവസം നമ്മൾ പണിയില്ല, ഇനി 48 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരി എടുക്കണം. 210 48 280 ചോദ്യചിഹ്നം. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഉത്തരം കാണാൻ ഈ മുകളിലത്തെ വരിയിലത്തെ 2 സംഖ്യകൾ കൂടി ഗുണിക്കുക. 210 × 48, അതിനെ താഴത്തെ വരിയിലത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പോൾ 210 × 48 ഹരിക്കണം 280. നമുക്കിതിൽ ഓരോ പൂജ്യങ്ങൾ ഇവിടെ വെട്ടിക്കളയാം. അപ്പോൾ എന്ത് വരും? 21 × 48/28. 21ഉം 28ഉം 7 കൊണ്ട് വെട്ടിച്ചുരുക്കുക. അപ്പോൾ മുകളിൽ 3 21, താഴെ 4 28 × 48. ഈ 4ഉം 48ഉം 12 പ്രാവശ്യം വെട്ടിച്ചുരുക്കാം. 14 48. അപ്പോൾ ഇവിടെ വെട്ടുമ്പോൾ ഇവിടെ 12 വരും. അപ്പോൾ ഇവിടെ 3 × 12 ഉത്തരം 36 ദിവസമാണ് ഉത്തരം.